Hi all, magic morning. Good morning. Okay, good morning, Pravina ma'am. ഓക്കെ, അപ്പം ഒരു വീക്കിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. എല്ലാവർക്കും അറിയാം, നല്ലൊരു ഫ്രഷ് മൈൻഡോട് കൂടി ആയിരിക്കും നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്. നോർമലി മൺഡേ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആണ് ടോപ്പിക് വരാറ്. അപ്പം നമ്മൾ ഈ വീക്ക് മുതലേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. സോ ഇന്ന് നമുക്ക് ഒരു ഡിഫറെന്റ് ടോപ്പിക് ആയിട്ട് പ്രവീണ മാം ആണ് എത്തിയിട്ടുള്ളത്. ഫിനിഷ് മാനിയ, അങ്ങനെ തന്നെയല്ലേ വായിക്കാം മാം? ഓക്കെ, അപ്പൊ ഇതെന്താണ് എന്നുള്ളത് നമുക്ക് പ്രവീണ മാമിന്റെ അടുത്ത് നിന്ന് തന്നെ കേൾക്കാം. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു മുഫീദ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിലേക്ക് നമ്മളെ കൈവച്ച് മുന്നോട്ട് നയിച്ച പ്രപഞ്ച ശക്തിക്ക് നന്ദി പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ പേർപ്പസിലേക്ക് ആവശ്യമായിട്ട് എന്തോ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ഒന്ന് കേട്ടു. ഓക്കെ, ഫിനിഷ് മാനി. ഫിനിഷ് മാനിയ എന്ന പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഈ ഫിനിഷ് മാനിയ ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പൊ രണ്ടുപേരെ വീഡിയോ ഓൺ ചെയ്ത് കാണുന്നുള്ളൂ. വീഡിയോ ഓൺ ചെയ്യാൻ സാധിക്കുന്നവരെല്ലാവരും മാക്സിമം വീഡിയോ ഓൺ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫിനിഷ് മാനിയ നമുക്ക് എല്ലാവർക്കും ഉണ്ടോ? നമുക്ക് നോക്കാം. രണ്ട് മൂന്ന് സിറ്റുവേഷൻസ് ഞാൻ പറയാം. അപ്പൊ അത് കേട്ടിട്ട് എനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാം. എനിക്ക് എന്തായാലും ഉണ്ട് കേട്ടോ, അത് ഞാൻ സമ്മതിച്ചു തരാം. ശരി, ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ കുട്ടികൾ പറയുന്നത് കേൾക്കാറുണ്ട്. ഇപ്പൊ ഒരു എക്സാമിന്റെ ഒരു ഡേറ്റോ അല്ലെങ്കിൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞ കുട്ടികളൊക്കെ പറയുന്ന കാര്യമാണ്, ഓ ഈ പരീക്ഷ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾ കേൾക്കാറുണ്ട്. ഇനി പാരന്റ്സ് ആണെങ്കിലും ഇപ്പൊ 2 മാസത്തെ വെക്കേഷൻ വരികയാണെങ്കിൽ ഉടനെ പറയും, ഓ ഈ 2 മാസമാണ് ഇനി വെക്കേഷൻ, ഈ സ്കൂൾ പോയി 2 മാസത്തെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു, എല്ലാവർക്കും കഴിഞ്ഞ് കിട്ടിയാൽ മതി എത്രയും പെട്ടെന്ന്. അതാണ് വേറൊരാളുടെ പരാതി. ഇനി സാധാരണ കോമൺ പീപ്പിൾ ആണെങ്കിൽ ഒരു ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ വന്ന് അവിടെ ഒരു ട്രാഫിക് സിഗ്നൽ പെട്ടിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ അപ്പൊ പറയുന്നുണ്ടോ, ഓ എത്ര നേരമായി ഇവിടെ ട്രാഫിക്കിൽ കിടക്കുന്നത്, കഴിഞ്ഞിട്ട് ഞാൻ എപ്പോ അവിടെ എത്തുമെന്ന്. അവിടെയും നമ്മൾ പറയുന്നത് ഇതാണ്, ഇവിടെയൊക്കെ നമുക്ക് ഫിനിഷ് മാനിയ ഉണ്ട് എന്നാണ് സൈക്കോളജി പറയുന്നത്. ഇനി നമ്മളൊരു ലോണോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും, ഈ ഒരു ലോണ് തീർന്നിട്ട് വേണം എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ, എല്ലാം തീർന്നിട്ട് വേണം, ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വേണം എനിക്ക് ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. ഇനി ഒരു പനിയോ എന്തെങ്കിലും അസുഖങ്ങളോ വന്നാലും നമ്മൾ പറയുന്ന എന്താണ്, ഓ ഈ തലവേദന ഒന്ന് മാറിയിരുന്നെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ജോലിക്ക് പോകാമായിരുന്നു, ഈ പനിയൊന്നും മാറിയിരുന്നെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു. ഇനി ജോബിലാണെങ്കിലും ഇത് തന്നെ പരാതി. രാവിലെ പോകുമ്പോൾ പറയും, ഓ ഇനി വൈകുന്നേരം ഒന്ന് ആക്കി തീർക്കണ്ടേ, വൈകുന്നേരം ഒന്ന് ആയി കിട്ടണ്ടേ, അതുവരെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്, അതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. വീട്ടിലുള്ള അമ്മമാര് പറയുന്നത് എന്താ, ഓ ഇതൊക്കെ എപ്പോ തീരുമോ എന്ത് തീരുമോ എന്നും ഞാൻ ഈ പണി തന്നെയാണ് എടുക്കുന്നത്, എപ്പോഴും പാത്രം കഴുകുന്നു, എപ്പോഴും ഇത് എപ്പോ തീരുമോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴാണ് അളവെഴുത എത്തുന്നത്. കണ്ടോ, എല്ലാം നമുക്കൊന്ന് പെട്ടെന്നൊന്ന് തീർന്നു കിട്ടിയാൽ മതി. ശരി, ഇതിൽ ആർക്കെങ്കിലും ഈ വീഡിയോ ഓൺ ചെയ്ത ഒരാൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫിനിഷ് മാനിയ ഉണ്ടോ? ഉണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ മുഫീടെ ചിരിക്കുന്നുണ്ട്. അതായത് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? അപ്പൊ സിന്ധു മാം അവിടെ പണിയിലാണെങ്കിൽ സിന്ധു മാം ഈ പണിയൊന്ന് തീർത്തിട്ട് എപ്പോഴും ക്ലാസ് ഒക്കെ കേൾക്കുന്ന എഴുതി വെക്കാൻ പറ്റുന്നോ എന്തോ. ഷൈനിക്ക് ഫിനിഷ് മാനിയ ഉണ്ടോ? ഉണ്ട് മാം. ചിന്തിക്കാറുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ചിന്തിക്കാറുണ്ട്. ആരോ പറഞ്ഞ് ചിന്തിക്കാറുണ്ട്. യെസ്, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ഫിനിഷ് മാനിയ. എന്നാൽ ടിച്ച് നാട്ട് ഹൻ എന്ന തത്വചിന്തകൻ പറഞ്ഞ ഈ പ്രശസ്തമായ കോട്ട് ഒന്ന് കേട്ടു. അദ്ദേഹത്തിന്റെ ഈ സൂക്തം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എന്താണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. വാഷ് ദ ഡിഷസ് ടു വാഷ് ദ ഡിഷസ്. നിങ്ങൾ പാത്രം കഴുകുകയാണെങ്കിൽ പാത്രം കഴുകാൻ വേണ്ടി കഴുകുക. നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് സ്ത്രീകളൊക്കെ ആരായാലും പറഞ്ഞു, ഇതൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം എനിക്ക് അത് ചെയ്യാൻ. ഇത് നിങ്ങൾ പാത്രം കഴുകുകയാണെങ്കിൽ നിങ്ങൾ പാത്രം കഴുകുക എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ദർ ആർ ടു വേസ് ടു വാഷ് ദ ഡിഷസ്. വൺ വേ ഈസ് ടു വാഷ് ദം ടു ഗെറ്റ് ദം ക്ലീൻ. രണ്ട് തരത്തിൽ നമുക്ക് പാത്രങ്ങൾ കഴുകാം എന്നാണ് പറയുന്നത്. ഒരു പാത്രം, അതായത് ഒരു വേ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ അത് ക്ലീൻ ആക്കാൻ വേണ്ടി വാഷ് ചെയ്യുക,
ഇല്ലെങ്കിൽ ദ അതർ വേ ഈസ് ടു വാഷ് ദം ഇൻ ഓർഡർ ടു വാഷ് ദം. അത് കഴുകണ്ടേ എന്ന് വിചാരിച്ച് കഴുകുന്ന ഒരു തരത്തിലാണ് നമ്മളുടെയൊക്കെ പോക്ക്. നമ്മൾ എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്. ഇതൊന്ന് തീർക്കണ്ടേ എന്നൊരു തോന്നലാണ് നമ്മൾ എപ്പോഴും. ആ തീർക്കുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതാണ് ഫിനിഷ് മാനിയയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്തും തീർക്കുക, എത്രയും പെട്ടെന്ന് തീർത്ത് കളയുക എന്നൊരു ചിന്താഗതിയാണ്. പക്ഷെ നമ്മളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഡിക്ഷനാക്കാൻ പറഞ്ഞതുപോലെ വാഷ് ദ ഡിഷസ്, ഒരു പാത്രം കഴുകുന്ന സമയത്ത് അത് ഞാൻ ക്ലീൻ ചെയ്യാനാണ് പാത്രം കഴുകുന്നത്, അല്ലാതെ ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് ചെയ്യുകയല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ലോണോ കാര്യങ്ങളോ, എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ഒരു ലോണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. അത് തീർക്കണ്ടേ എന്ന് വിചാരിച്ച് അടയ്ക്കുന്നതിന് പകരം ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ അതെങ്ങനെയാണ് ഓരോ മാസവും ഞാൻ ചെയ്തു തീർക്കുന്നത് എന്ന ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ മണി മാനേജ്മെന്റ് പഠിക്കാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ മണി മാനേജ്മെന്റ് നമുക്ക് മനസ്സിലാവാത്തത്. എങ്ങനെയാണ് ഞാൻ ഓരോ മാസവും കൃത്യമായിട്ട് ഈ ലോൺ അടച്ചു പോകുന്നത് എന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്, ഒരു അഭിമാനമാണ്. കാരണം ഞാൻ ഈ മാസവും അത് വ്യക്തമായി വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ ചെയ്തു മാത്രമേ എങ്ങനെ എനിക്കത് സാധിച്ചു എന്നൊരു തിരിച്ചറിവിലേക്ക് നമുക്ക് വരികയുള്ളൂ. ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി ഞാൻ അതിനു വേണ്ടി, അതായത് അത് കൃത്യമായിട്ടൊരു എമൗണ്ട് ആണ്, കൃത്യം ഡേറ്റിന് EMI ആയിട്ട് എന്റെ ഫോണിലൂടെ അല്ലെങ്കിൽ എന്റെ സിസ്റ്റത്തിലൂടെ അത് കൃത്യമായി ഡിഡക്റ്റ് ആയിട്ട് അത് കട്ട് ചെയ്തു പോകും. എങ്ങനെ ഞാനത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു ശ്രദ്ധയിലേക്ക് വരുമ്പോൾ, എങ്ങനെ ഞാൻ മണി മാനേജ് ചെയ്തു എന്നൊരു ശ്രദ്ധ വരും. ഇനി കുട്ടികളുടെ കാര്യത്തിലാണ്. കുട്ടികളുടെ കേട്ടാലും ഈ പരീക്ഷ ഒന്ന് കഴിഞ്ഞാൽ മതിയായി നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. പരീക്ഷ കഴിഞ്ഞാൽ മാത്രം മതിയോ? ഇനിയും ജീവിതത്തിൽ ഏറെ പരീക്ഷകൾ വരാനുണ്ട്. ഇപ്പൊ സ്കൂൾ കാലഘട്ടത്തിലായിട്ടേ ഉള്ളൂ. നിങ്ങൾ ഇനിയും ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും പലതരത്തിൽ ജീവിതത്തിലാണ്. രവീനാമ്മ, റേഞ്ച് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. വീഡിയോ സ്റ്റിക്ക് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാമിന് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഓക്കെ ആണ് മാം. ഞാൻ വേറൊരു ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ വേറൊരു മൊബൈലിൽ നിന്നാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതെ. ഇടയ്ക്ക് വീഡിയോ ചെക്ക് ആവുന്നുണ്ട്. വോയിസ് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, ചില സമയത്തൊന്നും ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാണുന്നുണ്ടല്ലോ. യെസ് മാം. ഓക്കെ, സോറി, എന്തോ പിന്നെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ കുട്ടികൾ പറയുന്ന കേൾക്കാം, ഈ പരീക്ഷ ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഈ കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർ പോലും എപ്പോഴും ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥയാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് വേണം, ഇവരുടെ ഒരു പരീക്ഷ കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. അതായത് ആ പരീക്ഷയുടെ സമയത്ത് പോലും അതിലെ എങ്ങനെ ഞാനത് മാനേജ് ചെയ്യുന്നത് എന്ന് കുട്ടി ചിന്തിക്കുന്നില്ല. അതുപോലെ നമ്മളായ പാരന്റ്സ് പോലും എങ്ങനെയാണ് എന്റെ കുട്ടി പരീക്ഷയെ മാനേജ് ചെയ്യുന്നത്, എന്തെല്ലാം ടെൻഷനാണ് ആ സമയത്ത് എന്റെ കുഞ്ഞ് അനുഭവിക്കുന്നത് എന്നുള്ള ഒരു ഒബ്സർവേഷൻസിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി പാരന്റ്സ് പറയുന്നതാണെങ്കിലോ, ഈ 2 മാസം സ്കൂൾ പൂട്ടിപ്പോഴാണ് വേറെ പ്രശ്നം, ഈ 2 മാസം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് അവരങ്ങ് സ്കൂളിൽ പോയിക്കോളുമല്ലോ. അപ്പൊ നമ്മൾ പോലും അത്തരം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിഞ്ഞ് നടക്കുകയാണ്. ഈ 2 മാസം എന്റെ കുഞ്ഞിന്റെ സ്വഭാവത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത്, എങ്ങനെയാണ് ഞാൻ അവരെ അല്ലെങ്കിൽ അവളെ മാനേജ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ആ കുഞ്ഞിനെ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നൊരു അവസരം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പോലും അതിൽ നിന്ന് ഒളിഞ്ഞ് മാറി നടക്കുന്ന ഒരവസ്ഥയാണ് ജീവിതത്തിൽ. നിങ്ങൾ ഈ തരത്തിൽ എവിടെയെല്ലാം ഫിനിഷ് മാനിയ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും
ടിച്ച് നാറ്റ് ഹാൻ പറഞ്ഞതുപോലെ ഞാൻ വാഷ് ദ ഡിഷസ് ചെയ്യുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്യുന്നത്, മറ്റാർക്കോ എന്തിനോ വേണ്ടി ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഇത് ഓരോ കഷ്ടപ്പാട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ കഷ്ടപ്പാട് എന്ന് പറയുന്നത് എന്ന് തീരുമോ എന്നോ എന്ന് പറയുന്നതിന് പകരം ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. ഒരു പക്ഷെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ രാവിലെ ഇപ്പൊ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പറയും, ഓ ഈ മഴക്കാലം ഒന്ന് തീർന്നിരുന്നെങ്കിൽ, ഈ വെയിൽ വന്നാലോ, അപ്പൊ നമ്മൾ പറയും, ഓ ഈ മഴയൊന്ന് പെയ്തിരുന്നെങ്കിൽ ഇത്തിരി ആശ്വാസമായിരുന്നു. പക്ഷെ ആ മഴക്കാലത്താണെങ്കിലും വെയിലിന്റെ സമയത്താണെങ്കിലും എങ്ങനെയാണ് ഞാൻ അതിലെ കടന്നു പോകേണ്ടത് എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നു. അതായത് ആ ചൂടിനെ പ്രതിരോധിക്കാൻ എന്റെ ശരീരത്തിൽ ഞാൻ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ്, മഴക്കാലത്ത് എനിക്ക് തോന്നുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ആ സമയത്ത് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പറയും. ഇപ്പൊ ഒരു കഥ ഞാൻ പറയും. ഒരു അമ്മയ്ക്ക് രണ്ട് പെൺകുട്ടികളാണ്. ഈ രണ്ട് പെൺകുട്ടികളെ കുറിച്ച് അമ്മയ്ക്ക് എന്നും വേവലാതിയാണ്. അതായത് ആദ്യത്തെ മകൾ പൂക്കച്ചവടമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പൂക്കച്ചവടം രണ്ടാമത്തെ പെൺകുട്ടി ചെയ്യുന്നത് മറ്റൊരു ജോബുമാണ്. അപ്പൊ എന്നും ഈ അമ്മയ്ക്ക് വേവലാതിയാണ്. പപ്പടമാണ് രണ്ടാമത്തെ മകള് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ഈ രണ്ട് മകളെ കുറിച്ചുള്ള അമ്മയുടെ വേവലാതി ഒന്ന് നോക്കൂ. അമ്മ വിചാരിക്കുന്നത് മഴക്കാലമായാൽ അമ്മ വിചാരിക്കും ആരെ കുറിച്ചായിരിക്കും വിഷമം, പപ്പടം ഉണ്ടാക്കുന്ന മകളെ കുറിച്ചാണ് വിഷമം. എങ്ങനെയാണ് ഞാൻ പപ്പടം, എന്റെ മകള് ഈ മഴക്കാലത്ത് പപ്പടം ഒക്കെ ഉണക്കുന്നത് എന്നാവോ എന്നോർത്ത് അമ്മയ്ക്ക് വേവലാതിയാണ്. അവൾ എങ്ങനെ ആ സമയത്ത് അവളെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പൊ മഴക്കാലത്ത് അമ്മയുടെ വേവലാതി ഇങ്ങനെയാണ്. മഴക്കാലത്തും ഈ വേനൽക്കാലത്തൊക്കെ ആവുമ്പോഴും, വേനൽക്കാലം ആവുമ്പോൾ അമ്മ വിചാരിക്കും പൂക്കച്ചവടമുള്ള മകളെ കുറിച്ച് ഓർത്താണ് അമ്മയ്ക്ക് വേവലാതി. അമ്മ പറയും, ഈ വേനൽക്കാലത്ത് പൂക്കളെല്ലാം പെട്ടെന്ന് വാടി പോകില്ലേ, അവളെ കച്ചവടം എങ്ങനെ പോകും എന്നാണ് അമ്മയുടെ വേവലാതി. എന്ന് പറഞ്ഞാൽ മഴക്കാലത്തും വേനൽക്കാലത്തും അമ്മയ്ക്ക് വേവലാതിയോടുകൂടി വേവലാതിയാണ്. അമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ല എന്നർത്ഥം. അപ്പൊ ഈ ഒരു വേവലാതിയുമായിട്ട് ഗുരുവിനെ സമീപിച്ചപ്പോ ഗുരു പറഞ്ഞ ഒരു സൊല്യൂഷൻ ഉണ്ട്. അമ്മ ഒരു കാര്യം ചെയ്യും, മഴക്കാലത്ത് പൂക്കച്ചവടക്കാരിയെ കുറിച്ചും വേനൽക്കാലത്ത് പപ്പടക്കാരിയെ കുറിച്ച് മാത്രം ഓർത്താൽ മതി, എങ്കിൽ അമ്മയ്ക്ക് സമാധാനം. ഇത് രണ്ടും കൂടി എപ്പോഴും ഓർക്കാൻ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോ ചെയ്യുന്നത് എന്താണോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇപ്പൊ കടന്നു പോകുന്ന ഫിനിഷ്മാനി എന്താണെന്ന് കണ്ടെത്തിയാൽ അത് കടന്നു പോകാൻ ഞാൻ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്ന് പാസ്റ്റിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ലോണിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്ന് ആലോചിക്കുക. ഈ മാസത്തെ കുറിച്ചായിരിക്കുമല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. തൊട്ട് മുൻപത്തെ മാസം ഞാനത് എങ്ങനെ വ്യക്തമായി ഭംഗിയായി ചെയ്തു എന്ന് വിലയിരുത്തുക. അതിലേക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻ ഞാൻ നടത്തിയിട്ടുണ്ട് എന്നൊന്ന് ഓർക്കുക. അങ്ങനെ ഓർക്കുമ്പോൾ തൊട്ട് വരുന്ന മാസങ്ങളിൽ അതെങ്ങനെ മാനേജ് ചെയ്യണം, എവിടൊക്കെ ഞാൻ എന്റെ മണി മാനേജ്മെന്റ് കൃത്യമായി പരിപാലിക്കണം, ഏതൊക്കെ രീതിയിൽ ഞാൻ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അവിടെ മണി മാനേജ്മെന്റ് പഠിച്ചു തുടങ്ങും. ഇനി വീട്ടിലുള്ള കുട്ടികളെ കുറിച്ചാണ് വേവലാതി എങ്കിൽ ഒരു പക്ഷേ നന്നായി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫിനിഷ് മാനി അത്തരത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ, അവർ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികളൊക്കെ നിരീക്ഷിക്കുക. അത് ഓരോ നിരീക്ഷണത്തിലും നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് കൂടുതൽ തിരിച്ചറിയാനാകും. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ, കൂടുതൽ മെന്റലി അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ വർക്കുകളും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ പറഞ്ഞതുപോലെ മഴക്കാലത്തെ കുറിച്ചും വേനൽക്കാലത്തെ കുറിച്ചും ഒന്ന് വേവലാതി അതൊന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ അതിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, ഒരു പക്ഷെ ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം നമ്മുടെ ശരീരത്തിനെ ആയിരിക്കും നമ്മളെ ബാധിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആ ഡിസ്റ്റർബൻസ് വരുന്നത്. അപ്പൊ ശരീരത്തിന് വേണ്ടി ഞാൻ എന്ത് സപ്ലിമെന്റ് ആണ് കൂടുതൽ കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഫിനിഷ് മാരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ജോബിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും എല്ലാം ഈ ഫിനിഷ് മാനി ഉണ്ടോ എന്ന് ആദ്യം കണ്ടെത്തുക. കണ്ടെത്തിയതിനു ശേഷം അത് കടന്നു പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ ഞാൻ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആലോചിക്കുക. ഒരു പക്ഷെ തൊട്ട് മുൻപത്തെ മാസം ഭംഗിയെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റഡി ആയി എടുത്ത് അതിനെ വിലയിരുത്തി
തൊട്ട് വരുന്ന മാസങ്ങളിൽ, ഇനി വരുന്ന ദിവസങ്ങളിൽ, ഇനി വരുന്ന നിമിഷങ്ങളിൽ ഏത് തരത്തിൽ ഞാൻ മാനേജ് ചെയ്യണം എന്ന് വിലയിരുത്തി കണ്ടെത്തുക. അതിൽ ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ ഒരു മെന്ററെ കണ്ടെത്തി നിങ്ങളുടെ ഫിനിഷ് മാനിയെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യുക. അവിടെ ഒരു സൊല്യൂഷൻ കിട്ടും. ഇവിടെ അമ്മയുടെ ആവലാതി പറഞ്ഞ പോലെ വേനൽക്കാലത്ത് പൂക്കച്ചവടക്കാരിയെ കുറിച്ചും മഴക്കാലത്ത് പപ്പടക്കാരിയെ കുറിച്ചും ചിന്തിക്കുന്നതിന് പകരം വേനൽക്കാലത്ത് പൂക്കച്ചവടക്കാരിയെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അവള് നന്നായി ബിസിനസ് നടത്തുന്നുണ്ടാവും. മഴക്കാലത്ത് തിരിച്ചും ചിന്തിക്കുക, അവൾക്ക് ഇപ്പൊ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, അവള് റെസ്റ്റ് എന്ന രീതിയിൽ ഓരോ ഫിനിഷ് മാനിയെയും വളരെ ഭംഗിയായി മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് I bless you all, I thank you all, and I love you all. Good day. ഓക്കെ, താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു അല്ലെ. അപ്പം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുള്ള ടൈമാണ്. സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. Good morning, Ramina ma'am. Good morning, Shaini. Good morning, ma'am. ഞാനും ഇതുപോലെ തന്നെയാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിൽ കൂടി പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കാര്യം ചെയ്യുമ്പോഴോ ഒക്കെ ആണെങ്കിലും വിചാരിക്കും ഇനി ഇത് ഇതിനി കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്യാൻ. അതുവരെ ആ കാര്യം തീരുന്നത് വരെയും വേറൊരു സമാധാനം ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞിട്ട് മതി, ഇത് കഴിഞ്ഞിട്ടൊന്നും എടുക്കാം, റെസ്റ്റ് ഒക്കെ എടുക്കണം, അത് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ആണെങ്കിലും നമ്മളിനി എന്താണ് വേറെ എന്താണ് ഇനി ആ സമയത്ത് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ മാഡത്തിന്റെ ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റി. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു ഷൈനി. ഷൈനി പറഞ്ഞത് കേട്ടോ, എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. ചിലപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ റെസ്റ്റ് എടുക്കണമെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കുക, ഒന്ന് കൂളാവുക. എന്നിട്ട് സന്തോഷത്തോടു കൂടി വീണ്ടും അതിലേക്ക് മാക്സിമം എഫേർട്ടോട് കൂടി മുന്നോട്ട് നീങ്ങുക. കാരണം അവിടെ റെസ്റ്റ് ആണ് വേണ്ടതെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം നടത്താന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും നമുക്ക് സമയം കിട്ടില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുമ്പോ ഒരു റെസ്റ്റ് എടുക്കുക. എനിക്കൊരു ലീവ് എടുക്കണം തോന്നുമ്പോ ലീവ് എടുക്കുക. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നടത്തുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഇത് കേട്ടതിന് ശേഷം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരൊറ്റ കോട്ടാണ് കേട്ടോ. വെൻ യു വാഷ് ദ ഡിഷസ്, വാഷ് ദ ഡിഷസ്. കുളിക്കുകയാണെങ്കിൽ അപ്പൊ കുളിക്കുകയാണ് ചെയ്യേണ്ടത്. ആ വെള്ളം നമ്മളെ ഹീൽ ചെയ്യുന്നു എന്ന് നമ്മൾ ഓർത്താൽ നമുക്ക് ആ കുളി പോലും മനസ്സിലാവും. ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചില്ല കഴിഞ്ഞാൽ നമ്മൾ പോലും മറന്നുപോകും. ഞാനിന്ന് രാവിലെ ഭക്ഷണം കഴിച്ചു, ചിലപ്പോ ഒരു കോളിന്റെ സമയത്തായിരിക്കും ഈ ഫുഡ് വായിലേക്ക് ഇട്ട് വിഴുങ്ങുന്നത്. അപ്പൊ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും മറന്നുപോകും. അപ്പൊ ചെയ്യുന്നത് പൂർവാദ്യം ഉൾക്കൊണ്ട് ചെയ്യുക, ഒന്നും തീർക്കാനായിട്ട് ചെയ്യാതിരിക്കുക എന്നത് പറയുന്നു. താങ്ക് യു ഷൈനി, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. താങ്ക് യു മാം, താങ്ക് യു മാം. നല്ല അറിവുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ഷൈനി മാം, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ആർക്കും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനില്ലേ, അല്ലെങ്കിൽ എന്തോ ഡൗട്ട്സ്? ഗുഡ് മോർണിംഗ് മാം. ഞാൻ സത്യം പറഞ്ഞപ്പോ അങ്ങനെയല്ല കേട്ടാ. ഞാൻ എന്തേലും ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് ഇനി ബാക്കി ചെയ്യാൻ പറയും. കാരണം റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിയാൽ നമ്മൾ റെസ്റ്റ് എടുക്കുക തന്നെ വേണം. പിന്നെ അവിടെ നമ്മള് അത് കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. അപ്പൊ ചിലപ്പോ നമുക്ക് വെള്ളം കുടിക്കാനാവും തോന്നുന്നുണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണം ചിലപ്പോൾ തോന്നി വരും. നമ്മള് ക്ഷീണിച്ചിരിക്കും നമുക്ക് ചിലപ്പോ അങ്ങനെ ഉള്ളു തോന്നുക. ഇന്നലെ ഇതുപോലെ ഞങ്ങൾ ഇന്നലെ ഉച്ചക്ക് എല്ലാരും കൂടി ഷാപ്പിൽ പോയി ഭക്ഷണം കഴിക്കാൻ. എന്റെ മകൻ വന്നിട്ടുണ്ട്, 2ാമത്തെ ആള്. അപ്പൊ അവൻ പറഞ്ഞു നമുക്കൊന്ന് ഷാപ്പിൽ പോയി ഭക്ഷണം കഴിച്ചാലും അമ്മാന്ന്. ഓക്കെ, നമുക്ക് പോവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടി ഇന്നലെ ഷാപ്പിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നതിന് ശേഷം എനിക്ക് എന്താ ഒരു ഭക്ഷണം കഴിച്ച എന്താന്ന് എനിക്ക് അറിയില്ല, ഓവറായിട്ടല്ല, എന്നാലും എന്തോ ഒരു മണം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും വേണ്ടി ഒരു നാരങ്ങ ചായ കുടിക്കാൻ ഒരു ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്ന് കുടിച്ചെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ തന്നെ മോളെ പറഞ്ഞയച്ച് ചെറുനാരങ്ങ കൊണ്ടിച്ചു.
എന്നിട്ട് വൈകുന്നേരം ആകുമ്പോ ചായ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് ലെമൺ ഒഴിച്ചിട്ട് നമ്മൾ അത് കഴിച്ചു. അപ്പൊ നമുക്ക് ആ സമയത്ത് വൈകുന്നേരം ആവുമ്പോൾ എനിക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല, എനിക്ക് വേണ്ട പറഞ്ഞ ഞാൻ ഒന്നും കഴിക്കാതെ അങ്ങനെ കിടന്നു. ആ സമയത്തൊക്കെ നമ്മൾ തോന്നണം ഇപ്പൊ രാത്രിയാകുമ്പോ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും രാത്രി ഭക്ഷണം കഴിച്ചിട്ടേ കിടക്കാൻ പാടുള്ളൂ എന്ന് പറയും. എന്നാലും എനിക്ക് അങ്ങനെ തോന്നി വേണ്ടാന്ന്. അപ്പൊ ഞാനത് കഴിക്കാതെ പോയി കിടന്നു. അപ്പൊ നമുക്ക് എവിടെയാണോ ഒരു ക്ഷീണം തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ ഒരു 5 മിനിറ്റ് ബ്രേക്ക് വേണമെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മളത് ചെയ്യണം എന്നുള്ളത് വളരെ നല്ലതാണ്. നമ്മളെ ആരോഗ്യത്തിനായാലും ഒക്കെ നല്ലതാണത്. അപ്പൊ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത് നമുക്കൊരു അത്യാവശ്യമുള്ള ക്ലാസ് ആണ്. കാരണം ബ്രേക്ക് എടുക്കേണ്ട സമയത്ത് ബ്രേക്ക് എടുക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു. വെൽക്കം. ഓക്കെ, താങ്ക് യു സോ മച്ച് സിന്ധു മാം. മേഘ മാം. ഗുഡ് മോർണിംഗ് മാം. മാം പറഞ്ഞപ്പോ Good ഞാൻ ഇതിനെ morning. കുറിച്ച് ചിന്തിക്കായിരുന്നു. എപ്പോഴും കരുതുന്നത് ഒക്കെ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ, മക്കൾ ചോദിക്കും അമ്മ എന്തിനാ ഇങ്ങനെ എന്തും കഴിഞ്ഞു കിട്ടിയെങ്കിൽ അടുത്തത് ചെയ്യാന്നുള്ള രീതിയിൽ. ഭക്ഷണം കഴിക്കുമ്പോ പോലും ഒന്ന് കഴിച്ചു തീർന്നെങ്കിൽ പെട്ടെന്ന് അടുത്ത പണി ചെയ്യാമായിരുന്നു. അപ്പൊ ഈ ക്ലാസ് കേട്ടപ്പോ ഞാൻ നിന്ന് ചിരിക്കായിരുന്നു. എല്ലാത്തിനും നമുക്ക് എല്ലാം എന്തൊക്കെയോ ചെയ്തിട്ട് എവിടെയോ ഓടിപ്പോവാനുള്ള ഒരു ധൃതിയാ ഇതുവരെയും തോന്നിയിട്ടുള്ളത്. സത്യത്തിൽ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ ചിരിക്കായിരുന്നു. ദൈവമേ, ഇതായിരുന്നല്ലോ ഇത്രയും നാളെ ഞാൻ ചെയ്തോണ്ടിരുന്നത്. ഒന്ന് ഒരുങ്ങി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ചിന്തിക്കുക, എന്തിനാ ഇതൊക്കെ ഒരുക്കിയിട്ട് എവിടെ പോവാനാ അറിയില്ല. എന്തോ ഒരു ഓട്ടപ്പാച്ച്. താങ്ക് യു മാം, മനസ്സിലാക്കി തന്നതിന്. താങ്ക് യു. മേഘ പറഞ്ഞ കേട്ടോ, ഒരു ഓട്ടപ്പാച്ചിൽ. ശരിയാണ്, സത്യമാണ്. ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മളെല്ലാവരും. ഇതൊക്കെ ഒന്ന് തീർക്കണം. എങ്ങോട്ടാ ഈ പോകുന്നത് നമുക്ക് പോലും അറിയാത്ത കാര്യമാണ്. അപ്പൊ ചെയ്യുന്നതൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക. അത് തിരക്ക് പിടിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ തിരിച്ചറിയുമ്പോൾ ഒന്ന് കൂളായി അതിലൂടെ പതുക്കെ 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 നമുക്കങ്ങ് പോകും. ഒരു പക്ഷെ ഇത് മതിയാവും. അതൊരു പാഠപുസ്തകം പോലെ നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുകയാണ്. നമ്മൾ എന്തോ പഠിക്കാനുണ്ട്, അതിലൂടെ കടന്നു പോകാൻ സാധിക്കും. താങ്ക് യു മേഘ, താങ്ക് യു. താങ്ക് യു മേഘ മാം. മണി സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ആസ്വദിച്ച് ചെയ്യാന്നുള്ള, അത് അതെ, ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ഒരു സംതൃപ്തി അതിലും അത് ഓർത്തിട്ടാണ് നമ്മൾ കൂടുതൽ ചെയ്യുക. മുമ്പൊക്കെ കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്താഗതി ഇപ്പൊ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് കുറഞ്ഞു ഇപ്പൊ വന്നിട്ടാണുള്ളത്. ഇപ്പൊ എന്ത് ചെയ്യുമ്പോഴും ഡു ഇറ്റ് 100% എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തിക്കും. അപ്പൊ അങ്ങനെ മുഴുകി ചെയ്യുന്ന സമയത്ത് അത് തീർന്നു കഴിഞ്ഞാലുള്ള ഒരു സംതൃപ്തി നമ്മളെ മനസ്സിലേക്ക് വരും. അല്ലെങ്കിൽ നമ്മളെ റോള് നമ്മൾ പക്കായി ചെയ്തു എന്നുള്ളതാണ്. പിന്നെ പരീക്ഷക്കെല്ലാം പഠിക്കുന്ന സമയത്ത് മുഴുവൻ മാർക്കും കിട്ടും എന്നുള്ള കുട്ടികൾക്ക് അതിനെ പറ്റിയിട്ട് വലിയ വേവലാതി ഒന്നും ഉണ്ടാവും. അത് ഒരു അവസരമായിട്ട് കണ്ട് മറ്റുള്ള കുട്ടികളെ മുമ്പിലെത്താനും എന്റെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ നടന്നെടുക്കാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പം ഈ മാനുവൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. എന്തൊക്കെ കാര്യമാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് ഞാൻ സക്സസ് ആകുക, അല്ലാതെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള ഒരു ആത്മവിശ്വാസം നേടിയെടുക്കാനുള്ളതാണ്. നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. അത് വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നല്ല ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. അത് അത് ശരിക്കും 100% നമ്മൾ അതിലേക്ക് ലയിച്ച് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ലൊരു സന്തോഷം, സംതൃപ്തിയാണ് അതിന് തോന്നുന്നത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു മണി സാർ. കണ്ടോ, അത് 100% നമ്മൾ മണി സാർ പറഞ്ഞത് അങ്ങനെയാണ്. 100% അത് ഉൾക്കൊണ്ട് ചെയ്യുക. അപ്പൊ അത് പൂർത്തിയാക്കുമ്പോൾ എന്തായാലും പൂർത്തിയാവും ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന സമയത്ത്. ആ പാത്രം കഴുകുന്ന സമയത്താവുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് അത് എടുത്ത് വെക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനം തോന്നും. മറ്റേ ആ പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മൾ ഇത് തീർച്ചിട്ട് വേണം എനിക്ക് വേറെ സമാധാനമായിട്ടിരിക്കാൻ. എന്നാൽ അത് തീർത്ത് കഴിഞ്ഞാൽ അവിടെ സമാധാനമായിട്ട് പോയിരിക്കും. അപ്പൊ വേറെ എന്തെങ്കിലും നമ്മളെ തേടി വരും. നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടാതെ ഇങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലാണ് മേഘ പറഞ്ഞതുപോലെ, ഒരു ഓട്ടപ്പാച്ചിലാണ്. അപ്പൊ അത് പതുക്കെ when you wash the dishes, അത് കഴുകാനായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, അല്ലാതെ തീർക്കാൻ, ഒരു പണി തീർക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് മാത്രം ഓർക്കുക. എപ്പോഴും ആ കൂട്ട് എന്ത് ചെയ്യുമ്പോഴും ഒന്ന് മനസ്സിലേക്ക് ഓർത്തെടുത്താൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും, അതിനെ സ്വീകരിക്കാൻ പറ്റും. താങ്ക് യു മണി സർ.
മാഡം ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ അതുകൂടി ഒരു ഉപകാരപ്പെടും എന്നുള്ളതാണ്. അതാണ് വേണം മനസ്സിലാവും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഞാൻ പറഞ്ഞ മണി മാനേജ്മെന്റ്. ഒരു ലോൺ അടയ്ക്കുന്ന സമയത്ത് ഈ മാസവും ഞാൻ ഭംഗിയിൽ ചെയ്തു കിട്ടും. എങ്ങനെയാണ് അപ്പൊ തൊട്ടടുത്ത മാസം ഏകദേശം 28-ാം തീയതി ആകുമ്പോഴേക്ക് ഫിനിഷ് മാനിയ തുടങ്ങും. ഏത് അടുത്ത മാസം ലോണിന്റെ ഡേറ്റ് ഓർത്തിട്ട് ഫിനിഷ് മാനിയ. ആ ഡേറ്റ് ഒന്ന് കഴിയിരുന്ന അതൊന്ന് തീർത്തിരുന്ന് അടച്ചു തീർന്നിരുന്നെങ്കിൽ, പക്ഷെ അത് എത്തുന്നതിന്റെ മുന്നേ എനിക്ക് ലോൺ ഉണ്ട്, അത് ചെയ്യണമെങ്കിൽ ഞാൻ ഇത്തരത്തിൽ ചെയ്യണം, ഇത്തരത്തിൽ അതൊന്ന് മണി മാനേജ് ചെയ്ത് എന്റെ ആവശ്യമില്ലാത്ത ചെലവുകളൊന്ന് മാറ്റി നിർത്തി എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് ഭംഗിയായിട്ട് ആ മണി മാനേജ്മെന്റ് കൂടി പഠിക്കാൻ കഴിയും. അത് ചെയ്തു കഴിഞ്ഞാൽ ആ മാസം അത് ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞിട്ട് അത് പൂർത്തിയാവുമ്പോഴല്ലോ വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്. ആഹാ, ഈ മാസവും ഞാൻ നന്നായിട്ട് നല്ല രീതിയിൽ മണി മാനേജ്മെന്റോട് കൂടി എന്റെ ലോൺ അടച്ചു തീർത്തു. അത് വല്ലാത്തൊരു കോൺഫിഡൻസ് നമുക്ക് നൽകും. താങ്ക് യു മണി സർ. ദിവ്യയും ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ. യെസ്, താങ്ക് യു മണി സർ. ദിവ്യ മാം. ഹലോ, നല്ലൊരു ക്ലാസ് ഹലോ. ആയിരുന്നു. എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് സത്യത്തില് ടൈം മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? നമ്മള് അതെ, മൈൻഡ്ഫുൾനെസ് ആയിട്ട്, യെസ്, ഇത് മൈൻഡ്ഫുൾനെസ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഒരു തിടുക്കം വരില്ല. പലപ്പോഴും നമുക്ക് തിടുക്കം വരുന്നത് നമ്മൾ ആ സമയത്തിന് നമുക്ക് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് മിക്കപ്പോഴും നമ്മൾ അത് വളരെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോ നമ്മൾ മൈൻഡ്ഫുൾനെസ്സോട് കൂടി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, അത് ഓൾറെഡി മണി സാർ പറഞ്ഞ പോലെ ആ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ കാര്യം വളരെ എന്താ പറയാ സാറ്റിസ്ഫാക്ഷനോടുകൂടി കഴിയും. നമ്മൾ വിചാരിച്ച സമയത്തേക്കാൾ നേരത്തെ കഴിയും എന്ന് വേണം കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ്. അതുകൊണ്ടാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതണം, അതുപോലെ സമയം അതിനനുസരിച്ച് ക്രമീകരിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ആ സമയത്തെക്കുറിച്ചും ആ ഒരു കാര്യത്തെക്കുറിച്ചും ഒരു ഏകദേശം ഒരു നിലപാട് നമ്മളുടെ മനസ്സിലുണ്ടാവും. ഇന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഇത് തീർക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ നമ്മളുടെ മനസ്സിലുണ്ടാവും. താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്. താങ്ക് യു. താങ്ക് യു ദിവ്യ. ദിവ്യ പറഞ്ഞത് കേട്ടോ, ടു ഡു ലിസ്റ്റ്. ഈ ടു ഡു ലിസ്റ്റ് എഴുതുന്നൊക്കെ കൊള്ളാം, പക്ഷെ ടു ഡു ലിസ്റ്റിലും എനിക്ക് ഫിനിഷ് മാനിയ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആ ലിസ്റ്റ് തീർക്കാൻ വേണ്ടി ഞാൻ പാടുപെടുന്നുണ്ടോ എന്ന് ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക. ആ ടു ഡു ലിസ്റ്റ് വളരെ ഭംഗിയോടുകൂടി ഓരോ കാര്യങ്ങളും സാവധാനം നമ്മളത് വിലയിരുത്തി മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു ദിവ്യ. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. ഷാജൻ സർ. ഹായ്, മാജിക് മോർണിംഗ്. പ്രവീണ മാം. ഹാപ്പി മോർണിംഗ്. മാജിക് മോർണിംഗ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. മണി മാനേജ്മെന്റ് ആണ് ശരിക്ക് വേറെ രീതിയിൽ വളരെ മനോഹരമായിട്ട് അതിൽ ടച്ച് ചെയ്യാതെ, എന്താണെന്ന് പറയാതെ ശരിക്കും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു, വളരെ മനോഹരമായിരുന്നു. നമുക്ക് ഓട്ടങ്ങളാണ്, അതായത് ഇപ്പൊ പറഞ്ഞു മക്കളുടെ കാര്യമായിക്കോട്ടെ, ആ സമയത്ത് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ വേവലാതിപ്പെട്ട് അത് എത്രയും വേഗം തീർക്കാൻ നോക്കുകയാണ്. അതൊന്നും നമ്മള് ഒരു കാ ഭാഗമാക്കിയോ അരഭാഗമാക്കിയോ ഒക്കെ നോക്കി നമ്മളത് വളരെ ചെറുതാക്കി കണ്ട് അത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് മണി മാനേജ്മെന്റ് പറയുന്നത്. നമുക്കൊരു മാസത്തെ ഒരു ലോൺ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും ചുരുക്കി ഒരു ദിവസം ഇത്ര രൂപയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്, ഇത്ര രൂപയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എന്ന് വളരെ സിമ്പിൾ ആക്കിയിട്ട് അതിനെ കണ്ട് ചെറിയൊരു വർക്കിലൂടെ നമുക്കത് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഹാപ്പി ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും. ദിവ്യ മാം പറഞ്ഞ പോലെ നമുക്കൊരു ദിവസത്തെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് കഴിയണ്ടേന്ന് വിചാരിക്കണ്ട. വളരെ കുറച്ച് സമയം കൊണ്ട് അത് ചെയ്യാൻ പറ്റും. നമ്മളത് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മൾ പിന്നെയും ബാക്കിലേക്ക് പോകുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓരോ കാര്യം ചെയ്തെടുക്കാൻ, നമ്മൾ പ്രിപ്പയർഡ് ആവുക എന്നുള്ള, വളരെ ഹാപ്പി ആയിട്ട് പ്രിപ്പയർഡ് ആവുക എന്നുള്ളൊരു സന്ദേശം വളരെ മനോഹരമായിട്ട് മാഡം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെയധികം താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷാജൻ സർ. താങ്ക് യു. കണ്ടോ, ഷാജൻ സാറും പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ തിരക്ക് പിടിക്കുക. നമുക്ക് ആ മാനി ഉള്ളത് കൊണ്ടാണ് ആ തിരക്ക് നമ്മൾ പിടിക്കുന്നത്. ആ തിരക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് മാനി ഉണ്ടെങ്കിൽ ഫിനിഷ് മാനി ഉണ്ട് എന്ന് തിരിച്ചറിയുക, അതിനൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക,
അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തി അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തി മുന്നോട്ട് പോകും. ഇന്ന് ഒരാൾ കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ പ്രോഗ്രാം കേൾക്കാനായിട്ട്. കണ്ടു, വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്, പേരവിടെ മോള് കാണിക്കുന്നു. മോള് ഒളിച്ചിരിക്കുന്നുണ്ട്. NLP ക്ലാസ്സുകൾ അവൾക്ക് കേൾക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രവീണ മാമിന്റെ ക്ലാസ് ആണ്, നീ എന്തായാലും എന്റെ കൂടെ ഇരുന്ന് കേൾക്കുന്നു പറഞ്ഞു. അപ്പൊ അവൾക്ക് അത് പഠിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, നീ കയറുന്നു പറഞ്ഞു. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ഷാജിൻ സർ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കൊണ്ടുവരേണ്ടത് ഈ ഒരു കോഴ്സ് മാത്രമാണ്. വാഷ് ദ ഡിഷസ്, വാഷ് ദ ഡിഷ്. എന്തെങ്കിലും ഫിനിഷ്മാന് തോന്നുന്ന സമയത്ത് ഇതൊന്നും എപ്പോഴും ഉരുവിടില്ല. നമുക്ക് അതിലുള്ള വ്യത്യാസം മനസ്സിലാവും. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇനി ആർക്കും ഫീഡ്ബാക്ക് പറയാനില്ല തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു ക്ലാസ്സില്. സോ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം അല്ലേ പ്രവീണ മാം? അതെ. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു ഫിനിഷ് മാനിയ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ടോപ്പിക് ആയിരുന്നു. അപ്പം ഇത് എടുത്ത പ്രവീണ മാമിനും അതുപോലെ ഇന്ന് പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ. Thank you, ma'am. Thank you so much. Thank you, ma'am. Thank you, Pravina ma'am. Thank you all.